നമ്മൾ പണ്ട് ചാണകം മെഴുകുമായിരുന്നു മുറ്റത്തും പുറത്തുമൊക്കെ. പിന്നെ കുറേ വീടുകളിൽ അത് പുറത്ത് മെഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ അധികം ആരും അങ്ങനെ വീടിൻ്റെ അകത്ത് ചാണകം മെഴുകുന്നത് കേൾക്കാറില്ല. അതുപോലെ ആടിനെ വളർത്തുകയാണെങ്കിൽ ആട് നമുക്ക് പാല് തരും, നമുക്ക് അറക്കാൻ കൊടുക്കാം, കുറേ കാര്യങ്ങൾ ഓമനിച്ച് വളർത്തുകയൊക്കെ ചെയ്യും. പക്ഷേ ആ ആട്ടുംകാട്ടം നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് റൂമിൽ കൊണ്ടുവന്ന് ഇടാറില്ല. പക്ഷേ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിക്കുന്ന ഒരാളാണ് ശ്രീകണ്ഠൻ നായർ. അദ്ദേഹത്തിൻ്റെ തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാം, ആ പ്രോഗ്രാമിൽ ചർച്ചയ്ക്ക് എടുക്കുന്ന ടോപ്പിക്കുകൾ കാണുമ്പോൾ, അതായത് എല്ലാ ദിവസവും 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആൾക്കാരെ തമ്മിൽ തല്ലിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് വേണം. ആ ടോപ്പിക്കിന് വേണ്ടിയിട്ട് ടോപ്പിക്കൊക്കെ കൊള്ളാം, നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷേ ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ ഇവർ കൊണ്ടുവരുന്ന ആൾക്കാരാണ് എനിക്കൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത്. ഏറ്റവും ലാസ്റ്റായിട്ട് കണ്ടിട്ടുള്ള ഫാഷൻ ഷോയെക്കുറിച്ചുള്ള എപ്പിസോഡിനെ കുറിച്ച് നോക്കാനാണെങ്കിൽ, ഫാഷൻ ഇൻഡസ്ട്രിയെക്കുറിച്ച് അറിയാവുന്ന കുറച്ച് ആളുകൾ ഒരു പാനൽ ഒരു സൈഡിലിരിപ്പുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥിനികളായിട്ടുള്ള ആളുകളാണ്. ഇതിൻ്റെ കൂടെ ഈ ഫാഷൻ ഇൻഡസ്ട്രിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്ന അങ്ങോട്ടേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന ആളുകൾ, അങ്ങനെ ആ ഒരു രീതിയിൽ വേണമല്ലോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ. ഇതുമായി യാതൊരു ബന്ധവുമില്ലാതെ വെറും സദാചാര വർത്തമാനങ്ങൾ മാത്രം പറയുന്ന, രാത്രി കാലങ്ങളിൽ ഫാഷൻ ചാനൽ മാത്രം കണ്ട് ഫാഷൻ ഷോ കണ്ട് ശീലിച്ചിട്ടുള്ള, ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കേട്ടു എന്നാൽ പിന്നെ ഞാൻ വിമർശിച്ചേക്കാം എന്ന് പറയുന്ന, മതത്തിൻ്റെ പേരിൽ സ്ത്രീകൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വാശി പിടിച്ച് ക്ലാസ് എടുത്തുകൊണ്ട് നടക്കുന്ന കപട സയൻസ് വാദികളും, അതായത് അവരൊന്നും സയൻസ് വാദികളായിരുന്നില്ല, ഈ അടുത്ത കാലത്താണ് സയൻസിനെ കൂട്ടുപിടിച്ച് ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ കുറേ കപട സയൻസ് വാദികളെയും സദാചാര അമ്മാവന്മാരെയൊക്കെ കൊണ്ടുവന്നിരുത്തിയിട്ട് വളരെ വൃത്തികെട്ട ഒരു ചർച്ച, അതായത് ഒരു തരത്തിലും നമ്മൾ ഇന്ന് സംസാരിക്കേണ്ടുന്ന കാര്യങ്ങളൊന്നുമില്ലാത്ത, എന്ന് വെച്ചാൽ സൗന്ദര്യ മത്സരം എന്നുള്ള ആ പേര് മാറ്റണമെന്നുള്ളതാണ് ഒരാൾ ഇതിനെതിരെ വാദിക്കുന്നത്. കാരണം ശരീര സൗന്ദര്യത്തെക്കാൾ കൂടുതൽ നമ്മുടെ ബുദ്ധിശക്തിയും അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അളക്കപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ സൗന്ദര്യ മത്സരം എന്നുള്ള പേര് മാറ്റണം. അയാളുടെയൊക്കെ കൺസെപ്റ്റിൽ ഇപ്പോഴും സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ പുറമേ കാണുന്ന തൊലിയുടെ നിറവും ശരീരത്തിൻ്റെ ഷേപ്പും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ്. ആ കാലഘട്ടത്തിൽ, അതായത് വസന്തങ്ങൾ പോലും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിക്ക് ഔട്ട് ചെയ്ത് കളയുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് ഇവിടെ ചർച്ചയ്ക്ക് ഇരുത്തുന്നത്. ഈ ആൾക്കാരെല്ലാം കൂടി ഇരുന്നിട്ട് ഓൾറെഡി ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ പോകുന്ന കുട്ടികളെ അനാവശ്യമായ ഒരു സമ്മർദ്ദത്തിലേക്ക് കൊണ്ടിടുന്നു. എന്നാൽ ഈ ചർച്ചയ്ക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ? ഒരു റിസൾട്ടും ഇല്ല. വിവരമില്ലാത്ത കുറേ ആൾക്കാരുടെ അടുത്ത് കുറച്ചെങ്കിലും വിവരമുള്ള ആൾക്കാർ വെറുതെ അവരുടെ സമയം കളയുന്നു. അധര വ്യായാമം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനൊരു പരിപാടി. പക്ഷേ ഈ പരിപാടിയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ എന്നെയും തമ്മിൽ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നെ വിളിച്ചവരോട് പറഞ്ഞു എനിക്ക് വരാൻ താല്പര്യമില്ല. അന്ന് ഫാൻ ഫൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് തന്നിട്ടുള്ളത്. ഇനിയാണെങ്കിലും ആ പരിപാടിക്ക് വിളിച്ചാൽ പോകണമെന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ല. കാരണം അവിടെ ഒരു ചർച്ച നടത്തുന്നത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല, കുറച്ച് ബഹളം ഉണ്ടാക്കണം. നമ്മൾ തമ്മിൽ പരിപാടി ഞാൻ ഹിറ്റാക്കിയിട്ടുണ്ട്, അപ്പോൾ അതുപോലെ എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു പരിപാടി സോഷ്യൽ മീഡിയയിൽ മാക്സിമം കാശുണ്ടാക്കണം. പുള്ളി ബാക്കി യൂട്യൂബേഴ്സിനൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നമ്മൾ മറ്റേ പൈസ ഉണ്ടാക്കുന്നു എന്നാണ്. പുള്ളിക്കും പൈസ ഉണ്ടാക്കാൻ വേണ്ടി, കുറച്ച് TRP കിട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും റവന്യൂ കിട്ടാൻ വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കണം. ഇത്രേ ഉള്ളൂ പരിപാടി. പക്ഷേ ഈ ചർച്ചയിൽ ഞാൻ ശ്രദ്ധിച്ച പാനലിസ്റ്റ് എന്ന് പറയുന്നത് അബ്ദുള്ള ബാസിലാണ്. ഞാൻ ഈ സാമൂഹ്യദ്രോഹങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ ശേഷം. ഈ ക്ലബ് ഹൗസും അതുപോലുള്ള ഡിസ്കഷൻസ് ഒക്കെ വന്ന സമയത്ത് വളരെ യങ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കയ്യിൽ മൊബൈൽ ഫോൺ വരുന്നു, അവർ ഇൻ്റർനെറ്റിൽ വരുന്നു. അതേപോലെ ഈ മതം പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ ലോകം വിശാലമാണെന്ന് മനസ്സിലാക്കുന്നു, പുരോഗമനപരമായ ആശയങ്ങൾ പങ്കുവെക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നു. അപ്പോൾ ഇവരെല്ലാം കൂടി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിക്കൊണ്ട് ഇറങ്ങി. അതായത് പുരോഗമനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എത്തീസം എന്ന് പറയുന്ന ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഫെമിനിസം എന്ന് പറയുന്നത്, ഇതൊക്കെ നാടിന് ആപത്താണ് എന്ന് പറഞ്ഞിട്ട് അതിനെ പൊളിച്ചെടുക്കാൻ വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള കുറേ പരിപാടികളുമായിട്ട് മുന്നോട്ട് വന്നു. ആ അബ്ദുള്ള ബാസിൽ ഈ ചർച്ചയ്ക്കിരിപ്പുണ്ട്. മതത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം ബഹളം വെച്ചുകൊണ്ടിരുന്ന, പുരോഗമനപരമായ ആശയങ്ങളെ എല്ലാം എതിർക്കുന്ന ഒരാൾ രാഹുൽ ഈശ്വറിനെ പോലെ വന്നിരിക്കുകയാണ്. രാഹുൽ ഈശ്വറിൻ്റെ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെമിനിസത്തിനെ എതിർക്കാൻ വരുമ്പോൾ ഞാൻ ഫെമിനിസത്തിൻ്റെ കൂടെയുണ്ട്, പക്ഷേ നമ്മൾ എതിർക്കേണ്ട മറ്റൊരു ഫെമിനിസ്റ്റ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അതേ പരിപാടി തന്നെ ശാസ്ത്രത്തിനെ കൂട്ടുപിടിച്ചിട്ടൊക്കെ, അതായത് നിങ്ങൾ ശാസ്ത്രത്തിനെ എതിർക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എന്നൊക്കെ അബ്ദുള്ള ബാസിൽ പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ ചിരി അടക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ശാസ്ത്രത്തെ എതിർക്കുന്നവരോട് നിങ്ങൾക്കൊന്നും പറയാനില്ല എന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മതത്തിനെ തള്ളി പറയേണ്ടി വരും. ആ സമയത്തൊക്കെ ഇല്ല, നമ്മുടെ മതം ഇങ്ങനെ പറയുന്നതിന് പിന്നിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വാദിക്കാൻ നിൽക്കുന്ന ആളാണ് അബ്ദുള്ള ബാസിൽ. അദ്ദേഹം ഈ പരിപാടിയിൽ ഫാഷൻ ഇൻഡസ്ട്രിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളെ ഈ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരുത്തുമ്പോൾ ശ്രീകണ്ഠൻ നായർ ഉദ്ദേശിച്ചിട്ടുള്ളത്, പുള്ളിക്ക് കുറച്ച് ബഹളം വേണം. അതായത് സ്ത്രീകളുടെ വസ്ത്രസ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരാളെ ഫാഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരുത്തി കഴിഞ്ഞാൽ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാവും, നല്ല രസമായിരിക്കും എന്ന് വിചാരിച്ചാണ് കൊണ്ടുവന്നത്. പുള്ളി ശ്രീകണ്ഠൻ നായർ എന്താണോ പ്രതീക്ഷിച്ചത് അത് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ട് ഈ സയൻസിൽ പറയുന്നു റിസർച്ച് പേപ്പർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അബ്ദുള്ള ബാസിൽ കുറേ കാര്യങ്ങളൊക്കെ പറയും. ആക്ച്വലി ഇവർ ചെയ്യുന്ന പരിപാടി ഒരു വലിയ നുണ നമ്മളെ പഠിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് സത്യത്തിൻ്റെ ശകലങ്ങൾ എടുക്കും. നമ്മൾ ഈ പ്രൊപ്പഗാൻഡ സിനിമ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന പോലത്തെ പരിപാടിയാണ്. റിയലായി നടന്നിട്ടുള്ള ചില
പഠനങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരും. ആ പഠനത്തിൻ്റെ ശരിക്കുള്ള ഫുൾ റിസൾട്ടോ ആ പഠനത്തിന് ശേഷം നടന്ന പഠനങ്ങളോ ഒന്നും ഇവർ പറയില്ല. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കും, അവരുടെ മതം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അതുപോലെ ന്യായീകരിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് അബ്ദുള്ള ഈ എൻറ്റയർ പ്രോഗ്രാമിൽ ചെയ്തത്. ഇതൊന്നും പോരാഞ്ഞ് സ്വന്തം യൂട്യൂബ് ചാനലിൽ പോയിരുന്നിട്ടും പുള്ളി ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ വീഡിയോ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ആ ചർച്ചയ്ക്ക് വന്നിട്ടുള്ള പെൺകുട്ടികളടക്കമുള്ള ആൾക്കാരോടും കോളേജ് സ്റ്റുഡൻസിനോടും ഒക്കെ പുള്ളി അങ്ങോട്ട് പറയുകയാണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ വിശദമായി ഞങ്ങൾ കോളേജിൽ വരാം. ഇനി നിങ്ങൾക്ക് കോളേജിൽ ബുദ്ധിമുട്ടാണെങ്കിൽ കോളേജിന് പുറത്ത് പരിപാടി അറേഞ്ച് ചെയ്യൂ, ഞങ്ങൾ വന്ന് പഠിപ്പിച്ചു തരാം. എൻ്റെ പൊന്നുമക്കളെ അവിടെ ഒന്നും പോയി തലവെക്കല്ലേ എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. കാരണം സയൻസ് എന്ന് പറഞ്ഞ് ഇവർ പറയുന്നത് മുഴുവൻ ഒരു ഫ്രാക്ഷൻ മാത്രമേ സയൻസ് ഉള്ളൂ, ബാക്കി കയ്യിൽ തള്ളുന്നതാണ്. സയൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, അത് അപ്ഡേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇന്ന് പറയുന്നൊരു കാര്യം നാളെ തെറ്റാണെന്ന് തോന്നുകയോ അപൂർണ്ണമാണെന്ന് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ അത് ആഡ് ചെയ്യപ്പെടും, ചിലപ്പോൾ തിരസ്കരിക്കപ്പെടും, ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇവർക്ക് ആവശ്യമുള്ള സയൻറ്റിഫിക് എന്ന് തോന്നിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. നമുക്ക് ആ ചർച്ചയിൽ അബ്ദുള്ള ബാസിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിൽ കൂടി ഒന്ന് കടന്നു പോയേ പറ്റൂ. പിന്നെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് ഈ വിഷയത്തിൽ എനിക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാനേ പറ്റൂ. അബ്ദുള്ള ബാസിൽ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് മൊത്തം പ്രോഗ്രാം കണ്ടപ്പോൾ ഫീൽ ചെയ്തത്, ഉള്ള തുണ്ടുപടമൊക്കെ കണ്ട് രാത്രി കാലങ്ങളിൽ മാത്രം ഫാഷൻ ചാനൽ നോക്കി നടന്നിരുന്ന ഒരു 3 എണ്ണത്തിന് അവർ ഈ പരിപാടിക്ക് കൊണ്ടുവന്നിരുത്തി. വളരെ മോശമായിപ്പോൾ. അവിടെ ഇരുന്ന ആൾക്കാർ തന്നെ, പാനലിസ്റ്റുകൾ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഫാഷൻ ഷോ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, ഞാൻ മാധ്യമങ്ങളിലൂടെയാണ് കണ്ടത്. പിന്നെ ഫാഷൻ ഷോ കാണിക്കുന്ന മാധ്യമങ്ങൾ ഇവിടെ ക്യൂ നിൽക്കുകയാണല്ലോ കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ട്. അതവിടെ നിൽക്കട്ടെ. ശാസ്ത്രവിരോധികളോടൊന്നും പറയാനില്ല എന്നാണ് മഹാനായ അബ്ദുള്ള ബാസിൽ ആ പരിപാടിയിൽ വെച്ച് പറഞ്ഞത്. ശാസ്ത്രം പറയുന്ന ആളുകളോട് ഇവരിടക്കിടക്ക് ചർച്ച വെക്കും. അതായത് ശാസ്ത്രത്തിൽ പറയുന്നതല്ല, അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ പറയുന്നത് പണ്ടേ ഞങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകും. ആ ആൾക്കാർ ഇപ്പോൾ പറയുന്നു ശാസ്ത്രവിരോധികളോട് സംസാരിക്കാനില്ല. എനിക്ക് തോന്നുന്നു ആ പാനലിസ്റ്റുകളോ പുറകിലിരുന്നിട്ടുള്ള കുട്ടികൾക്കോ ആർക്കും അറിയില്ല അബ്ദുള്ള ബാസിൽ ഇതിനു മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പുള്ളിയുടെ മെയിൻ പരിപാടി സൗന്ദര്യ മത്സരത്തിൽ സ്ത്രീയുടെ ബോഡി അല്ലെങ്കിൽ സ്ത്രീയുടെ നഗ്നതയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. സ്ത്രീയുടെ ശരീരത്തെ കമ്മോഡിഫൈ ചെയ്യുന്നു, ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ കണ്ടുപിടുത്തം. ഫാഷൻ ഇൻഡസ്ട്രി സ്ത്രീകളെ ബേസ് ചെയ്ത് കോടികൾ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫാഷൻ ഇൻഡസ്ട്രിയും സ്ത്രീകളും. അതാണ് അബ്ദുള്ള ബാസിൽ പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്നപ്പോൾ പറഞ്ഞത്. സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു അവിടുത്തെ വിഷയം. അവിടുത്തെ വിഷയം അതൊന്നും ആയിരുന്നില്ല, പുള്ളിയാണ് അതിൻ്റെ ഇടയ്ക്ക് അതെടുത്തിട്ടത്. ഈ ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാഷനിലെ പുതിയ തരംഗങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും അധികം റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത് സ്ത്രീകളിൽ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഞാൻ എൻ്റെ അച്ഛനും എൻ്റെ അപ്പൂപ്പനും പാൻറ് ഷർട്ട് ഇടുന്ന കണ്ടിട്ടുണ്ട്. അതിന് മുമ്പുള്ള ആൾക്കാർ മുണ്ട് ഷർട്ട് ഇടുന്ന കണ്ടിട്ടുണ്ട്. ഞാനും ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, അതായത് കളറിൻ്റേതായിട്ടുള്ള മെറ്റീരിയൽസിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളാണ് സംഭവിക്കുന്നത്. അതേസമയം സ്ത്രീകളുടെ വസ്ത്രധാരണം മാത്രം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സാരിയുണ്ട്, ചുരിദാറുണ്ട്, പല തരത്തിലുള്ള ഡ്രസ്സ് പല ഒക്കേഷൻസിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അവരിതിനോട് കൂടുതൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഞാനിത് ശാസ്ത്ര പഠനമായിട്ടൊന്നുമല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ലോകമെമ്പാടും അത്തരം മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന, മാറ്റങ്ങളെ വസ്ത്രത്തിൻ്റെ കാര്യത്തിലോ ഫാഷൻ്റെ കാര്യത്തിലോ മാത്രമല്ല, ആയിരുന്ന അവസ്ഥയിൽ നിന്ന് ഏറ്റവും അധികം മുന്നോട്ട് പോയിട്ടുള്ള ജെൻഡർ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സ്ത്രീകളാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ള ഉത്തരം. 25-30 വർഷങ്ങൾക്ക് മുമ്പ് എത്ര സ്ത്രീകൾ വാഹനം ഓടിക്കുമായിരുന്നു, ഇപ്പോൾ എത്ര സ്ത്രീകൾ വാഹനം ഓടിക്കുന്നുണ്ട്? എത്ര പേർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, എത്ര പേർക്ക് ഇന്ന് വിദ്യാഭ്യാസമുണ്ട്? എത്ര പേർ ജോലി നേടുന്നു, അതിൽ എത്ര പേർ ഏറ്റവും ഉന്നതമായ നിലകളിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം നോക്കുമ്പോൾ ആസ് എ ജെൻഡർ അവർ പുരോഗമിക്കുന്നത് വളരെ എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്കെയിലാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഫാഷൻ ഇൻഡസ്ട്രിയോട് റിയാക്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഫാഷനിൽ വ്യത്യാസങ്ങളുണ്ടാവും. ആ വ്യത്യാസങ്ങളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ പ്രോഗ്രാമുകളുണ്ടാവും. അപ്പോൾ ഫാഷൻ ഷോയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രി സ്ത്രീകളെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഇൻഡസ്ട്രിയോട് ഏറ്റവും നന്നായി റിയാക്ട് ചെയ്യുന്നത് സ്ത്രീകളായതുകൊണ്ടാണ്. പിന്നെ സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു എന്നുള്ള കാര്യം, അത് അബ്ദുള്ള ബാസിലൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഭയങ്കര രസമുണ്ട്. അതായത് സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന് ലൈംഗിക ഇംഗിതം തോന്നുന്ന ഒരു ജീവിയാണ്, അതുകൊണ്ട് അവളെ മൂടി വെക്കണം, മൂടി സംരക്ഷിച്ച് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇവരൊക്കെ പണ്ട് അച്ചടിച്ചിറക്കി വിട്ടിരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതായത് ഒരു ലോലിപ്പോപ്പ് കാണിക്കും, ആ ലോലിപ്പോപ്പ് തുറന്നിരുന്ന് കഴിഞ്ഞാൽ അത് ഫുള്ള് ഉറുമ്പരിക്കും. അങ്ങനെ ഉറുമ്പരിക്കാതിരിക്കണമെങ്കിൽ അത് അടച്ചു വെക്കണം, കവറിട്ട് വെക്കണം. അതുപോലെയാണ് സ്ത്രീകൾ പർദ്ദ ഇടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന, അതിനെ ന്യായീകരിച്ചിരുന്ന ആളുകൾ പറയുന്നു സ്ത്രീകളെ ഫാഷൻ ഇൻഡസ്ട്രി ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു. സ്ത്രീകളെ ഫാഷൻ ഇൻഡസ്ട്രി ഡീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന സംശയങ്ങൾക്ക്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉന്നയിക്കാനുള്ള പ്രശ്നങ്ങൾക്ക് ചർച്ചകളാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ ഫാഷൻ ഇൻഡസ്ട്രി സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞ് സ്ത്രീകളെ അടച്ചു വെക്കുക അല്ല വേണ്ടത്. അബ്ദുള്ള ബാസിൽ കൊട്ടിഘോഷിക്കുന്ന മതപരമായ കാര്യങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ ഫാഷൻ, ഈ രണ്ട് സിറ്റുവേഷൻസും, മതവും ഫാഷൻ ഇൻഡസ്ട്രിയും സ്ത്രീകളെ ഡീൽ ചെയ്യുന്നത് നോക്കിയാൽ ഫാഷൻ ഇൻഡസ്ട്രിയേക്കാൾ വളരെ മോശമായിട്ടാണ് സ്ത്രീകളെ ഡീൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഈ പറയുന്ന ഫീമെയിൽ ബോഡി ഒബ്ജക്റ്റിഫിക്കേഷൻ നടക്കുന്നുണ്ടോ, അവരെ കമ്മോഡിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പൂർണ്ണമായി ഞാനും പറയില്ല.
പക്ഷേ അവരുടെ സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നൊരു കാര്യത്തിന് അവിടെ വാല്യൂ കിട്ടുന്നുണ്ട്, അവിടെ വാലിഡേഷൻസ് ഉണ്ടാവുന്നുണ്ട്, അവളുടെ അഭിപ്രായങ്ങൾക്ക് അവിടെ പ്രസക്തിയുണ്ട്, അതിനെ അംഗീകരിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു പ്രൊഫഷനാണ്. ഷീസ് ഏർണിംഗ് ഫ്രം ഇറ്റ്, ഷീസ് ഇൻഡിപെൻഡൻറ്റ്. മതത്തിലേക്ക് വരുമ്പോൾ അവളുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വലിയ പ്രസക്തിയൊന്നുമില്ല. ഇപ്പോൾ കാണാനുള്ളൊരു ഭയങ്കര രസമുള്ള പരിപാടി എന്താ അറിയോ, കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് പറയും ഈ മതം പറയുന്നത് സ്ത്രീകൾ മുഖം കാണിക്കാൻ പാടില്ല, സോഷ്യൽ മീഡിയ പെൺകുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ കുറേ പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് മതം പഠിപ്പിക്കും. നമ്മുടെ മതം നമ്മളോട് ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം ഇതാണ് എന്ന് പറഞ്ഞ് പെൺകുട്ടികൾ ക്ലാസ് എടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ ഞാനൊരു മതത്തിനെ ആക്രമിക്കുന്നു, ഇനി വേണമെങ്കിൽ എന്നെ സംഗീതം വിളിക്കാനുള്ള സാധ്യതയുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ സുഡാപ്പി വിളി ഒരുപാട് കേട്ടിട്ടുള്ളതുകൊണ്ട് എന്നെ ഇപ്പോൾ സംഗീതം വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. മാത്രമല്ല ഈ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ മതത്തിനെ അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ബ്രോ. മതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ പെൺകുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെക്കുന്നത്. പർദ്ദ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ തീർന്നു. ആ പെൺകുട്ടിയുടെ ശരീരം ആരും കാണുന്നില്ലല്ലോ, കൈവിരൽ തുമ്പ് പോലും കാണരുത്, കണ്ടാൽ ലൈംഗിക ആസക്തി വന്ന് പിടിച്ചുകൊണ്ട് പോയാലോ എന്നുള്ള രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അബ്ദുള്ള ബാസിൽ ഇതിൻ്റെ ഇടയിലും ഒരു ശാസ്ത്ര സത്യം പറയുന്നുണ്ട്. അതായത് സ്ത്രീയുടെ നഗ്നത കാണുമ്പോൾ പുരുഷൻ്റെ ലൈംഗികതയുടെ തലച്ചോറിലുള്ള ലൈംഗികതയോട് റെസ്പോണ്ട് ചെയ്യുന്ന ന്യൂറോൺസ് റിയാക്ട് ചെയ്യും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പറയുന്ന സ്റ്റഡിയൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷേ അത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു തലത്തിലാണ് നടന്നത്. അതിലേക്ക് നമുക്ക് വരാം. സ്ത്രീയെ മൂടി വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവും. ഒരു ട്രൈബ് മറ്റൊരു ട്രൈബിനെ ആക്രമിക്കുന്നു. അന്ന് അവിടെ നിയമങ്ങളില്ല, കയ്യൂക്കുള്ളവനാണ് കാര്യക്കാരൻ, കാടിൻ്റെ നിയമം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുമ്പോൾ, യുദ്ധത്തിൻ്റെ സമയത്തൊക്കെയാണല്ലോ പല പുസ്തകങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ യുദ്ധം ചെയ്യുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിലുള്ള പുരുഷന്മാരെ മുഴുവൻ കൊല്ലും. കാരണം അവന്മാരുടെ ജീനൊന്നും വേണ്ട, അവരുടെ തലമുറയൊന്നും ഉണ്ടാവണ്ട. പക്ഷേ ആ സ്ത്രീകളെ നമുക്ക് വേണം ലൈംഗികമായി ഉപയോഗിക്കാനും സന്താനോൽപാദനം നടത്താനും. അപ്പോൾ സ്ത്രീകളെന്ന് പറയുന്നത് ഒരു സ്വത്തായിട്ട്, അതായത് കന്നുകാലികളെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ തന്നെ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോകാം. എന്നിട്ട് കന്നുകാലികളെ വെച്ച് കൂടുതൽ കന്നുകാലികളെ ഉണ്ടാക്കുന്ന പോലെ ഇവരെ വെച്ച് കൂടുതൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാം. അങ്ങനെ ഈ ട്രൈബിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാം. ഈ പറയുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്ന് നമുക്കിവിടെ നിയമമുണ്ട്, ഇവിടെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്, വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീയുടെ ശരീരം കാണുമ്പോൾ എനിക്ക് കയറി പിടിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ ഞാൻ മോശമായി ബിഹേവ് ചെയ്തോളൂ എന്നല്ല അവളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കാണുമ്പോൾ അതെനിക്ക് തരുന്ന സിഗ്നൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്ന, പുരുഷൻ മനസ്സിലാക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും സ്ത്രീയുടെ ശരീരം കണ്ട് പുരുഷനെങ്ങാനും ഒരു ഉത്തേജനം ഉണ്ടായാലോ അതുകൊണ്ട് സ്ത്രീനെ അടച്ചു വെക്കണം എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഏത് കാലഘട്ടത്തിലെ സെൻസാണ്, ഏത് നൂറ്റാണ്ടിലെ സെൻസാണ്? സ്ത്രീയെ കാണുമ്പോൾ പുരുഷൻ ഇങ്ങനെ വികാര ഉത്തേജനം ഉണ്ടാവും എന്നൊക്കെ അബ്ദുള്ള ബാസിൽ ഇരുന്ന് തള്ളുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സ്ത്രീകളൊക്കെ ചോദിക്കുന്നുണ്ട്, കാഴ്ചയിൽ ഉള്ളതല്ല പ്രശ്നം, കാഴ്ചപ്പാടുകളാണ് പ്രശ്നം, അതിനനുസരിച്ച് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ സ്ത്രീകൾ പറയുന്നതിനെക്കുറിച്ച് അബ്ദുള്ള ബാസിലിന് ഭയങ്കര വ്യസനമുണ്ട്. കാരണം കാഴ്ചയല്ല കാഴ്ചപ്പാടാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഇവിടെ ആളുകൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ആരെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കണേ. സ്വന്തം മേഖല ഇതാണ് എന്ന് സ്വയം തീരുമാനിച്ചിട്ടുള്ള, ഫാഷൻ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചിട്ടുള്ള സ്ത്രീകളൊക്കെയാണ് അവിടെ ഇരുന്നത്. അങ്ങനെ സ്വന്തം മേഖല ഏതാണെന്ന് സ്വയം തീരുമാനിച്ചിട്ടുള്ള, അവിടെ സ്ട്രഗിളിംഗ് ആണോ സക്സസ്ഫുൾ ആണോ എന്നുള്ളത് അത് അവരുടെ വർക്കിന് അതിൻ്റെ റിസൾട്ടൊക്കെ വരട്ടെ, അതിലേത് തന്നെയാണെങ്കിലും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്വന്തമായി കഠിനാധ്വാനം ചെയ്ത് ഒരു മേഖലയിൽ മുന്നോട്ട് വരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാർ അവരെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതോ? എന്നിട്ട് അബ്ദുള്ള ബാസിൽ എന്താണ് പറയുന്നത്? സ്ത്രീകളും പെൺകുട്ടികളും അതൊന്നും കേട്ട് മാനിപ്പുലേറ്റഡ് ആവരുത്. പുരുഷന് കണ്ണിൽ ഒരു സ്ത്രീയുടെ നഗ്നത കണ്ട അപ്പം സെക്ഷൽ തോട്ട്സ് വരും. അതായത് അതിൽ ഉപയോഗിച്ചൊരു വാക്ക് ഇങ്ങനെയാണ്, നോർമലായിട്ടുള്ളൊരു പുരുഷന് സ്ത്രീയുടെ ശരീരം കണ്ടു കഴിഞ്ഞാൽ ഒരു ഉത്തേജനം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ്. എൻ്റെ പൊന്ന അബ്ദുള്ള ബാസിലെ, സ്ത്രീയുടെ ശരീരം കണ്ടു കഴിഞ്ഞാൽ പുരുഷന് ഉത്തേജനം ഉണ്ടായാലും ഇല്ലെങ്കിലും ശരീരം മാത്രമല്ല വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇവിടെയല്ല ഇരിക്കുന്നത്, ഇവിടെയാണ്. ഇതിനകത്ത് കുറേ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള വളർച്ച, വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി, നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യർ പരസ്പരം, അത് ആൺ പെൺ വ്യത്യാസത്തിൽ മാത്രമല്ല, ഹിന്ദു മുസ്ലിമിനെയും മുസ്ലിം ക്രിസ്ത്യാനിയെയും പിന്നെ കരുത്തുള്ളവൻ കരുത്തില്ലാത്തവനെയും ഒക്കെ ആക്രമിക്കാതിരിക്കാൻ പരസ്പരം നല്ല രീതിയിൽ ഒരു സമൂഹം എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഇവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളുണ്ട്. സാംസ്കാരികമായി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ എന്ന സംസ്കാരമുള്ള മനുഷ്യൻ, ഞാൻ എന്ന പുരോഗമന ആശയങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന മനുഷ്യൻ മറ്റൊരാളുടെ നഗ്നത കാണുമ്പോൾ അതൊന്നിൻ്റെയും ലൈസൻസായി കാണരുത്, അതിൻ്റെ പേരിൽ അവരെ ജഡ്ജ് ചെയ്യരുത് എന്നൊക്കെ ചിന്തിക്കുകയാണ് വേണ്ടത്. അല്ലാതെ പൊങ്ങി വരുന്ന ചിന്തകളെക്കുറിച്ചല്ല നമ്മളിവിടെ ആലോചിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഈ സ്ത്രീകളുടെ നഗ്നത കണ്ടു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് എന്തെങ്കിലും തോന്നലുകൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ നഗ്നത കാണുക എന്ന് പറയുന്നതിൽ എനിക്ക് ഒന്നുമില്ല,
ഒരു തോന്നലും ഇല്ല. എല്ലാവർക്കും ശരീരമുണ്ട്. എൻ്റെ അച്ഛൻ വീട്ടിൽ ഷർട്ട് ഇടാതെ നടക്കുമായിരുന്നു. എൻ്റെ അമ്മ ബ്ലൗസും പാവാടയും മാത്രമായിട്ട് ചില ഫോട്ടോസ്, അച്ഛൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ട്, അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കും. അങ്ങനത്തെ കുറേ ഫോട്ടോസ് എൻ്റെ വീട്ടിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ അങ്ങനെ ആരും ഡ്രസ്സിനൊന്നും വലിയ പ്രാധാന്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിന് ശേഷം സ്വാഭാവികമായി ഒരു പുരുഷൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്. സ്ത്രീയുടെ ശരീരത്തിലും ഉണ്ടാകുന്നുണ്ട്. പുരുഷൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ഈ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നും. ആ അട്രാക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ തലമുറ, അതായത് മനുഷ്യൻ്റെ അടുത്ത തലമുറ ഇവിടെ നിലനിന്ന് പോകാൻ ആവശ്യമാണെന്നേ. അതിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് സെക്ഷൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും മാത്രമല്ല തോന്നുക. ഇറ്റ്സ് എ സ്പെക്ട്രം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെയും പ്രിഫറൻസുകൾക്കനുസരിച്ച് ഇഷ്ടങ്ങൾ മാറി മറിഞ്ഞും വന്നേക്കാം. അപ്പോൾ ചോദിക്കും, നാളെ ഒരാൾ പട്ടിയാണെന്ന് പറഞ്ഞു വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ. അമ്മാതിരി സാധനങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമുക്കൊരു പ്രായം കഴിയുമ്പോൾ ഹോർമോണലായിട്ടുള്ള ചേഞ്ചസിൻ്റെ ഭാഗമായി ഈ പറയുന്ന മറ്റൊരാളുടെ, നമുക്ക് ആരോടാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അയാളുടെ ശരീരഭാഗങ്ങൾ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. സോ എനിക്ക് ആ പ്രായത്തിൽ എൻ്റെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അട്രാക്ഷൻ തോന്നുമായിരുന്നു. പല ആളുകൾക്കും ഇതൊക്കെ ചില പ്രായം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയേക്കാം. ഹോർമോണലായിട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ ഒരാളോടും അട്രാക്ഷൻ തോന്നാത്ത ആളുകളുണ്ടാവും. ദാറ്റ്സ് ഓൾസോ നോർമൽ. ഇതിനൊന്നും ഞാൻ മോശമായിട്ടല്ല പറയുന്നത്. നമ്മളിപ്പോൾ എൻ്റെ കാര്യം മാത്രമാണല്ലോ പറയുന്നത്. ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടാൽ അട്രാക്ഷൻ തോന്നുമായിരുന്നു. പക്ഷേ ആക്രാന്തമല്ല എനിക്ക് തോന്നിയിരുന്നത്. ഐ വാസ് കൺട്രോളിങ് ഇറ്റ്. ഈ സൂപ്പർമാന് സൂപ്പർ പവർ ഉണ്ട് എന്ന് പറയുമ്പോൾ സൂപ്പർമാൻ ആദ്യം ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. എല്ലാ സൂപ്പർ ഹീറോ അതാണ് ചെയ്യുക. ഇതും ഒരു സൂപ്പർ പവറാണ്. മനുഷ്യകുലത്തിനെ നിലനിർത്താൻ വേണ്ടി എനിക്ക് സൃഷ്ടിപരമായും പരിണാമപരമായും എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ സൂപ്പർ പവറാണത്. അതിന് ഞാൻ കൺട്രോൾ ചെയ്യാൻ പഠിക്കുമായിരുന്നു. പക്ഷേ സ്ത്രീ ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന അട്രാക്ഷൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ച് പോകുമ്പോഴും മതങ്ങളൊക്കെ തന്നെയാണ്. സ്കൂളിൽ സെക്സ് എഡ്യൂക്കേഷൻ വരണമെന്ന് പറഞ്ഞപ്പോൾ സ്കൂളിൽ നിങ്ങൾ നീലച്ചിത്രങ്ങൾ കുട്ടികളെ കാണിച്ചു കൊടുക്കുമെന്ന് ചോദിച്ച് ബഹളം വെച്ചുകൊണ്ടിരുന്ന വിവരം കെട്ടവന്മാരെയൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല. നമ്മുടെ മുമ്പിൽ നീലച്ചിത്രങ്ങളും കൊച്ചു പുസ്തകങ്ങളും മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ കാണുന്നത് ഹൈപ്പർ സെക്ഷലൈസേഷനാണ്. അതായത് ഒരു സ്ത്രീ ശരീരത്തെ അല്ല നമ്മൾ കാണുന്നത്, ആ ശരീരത്തെ വേറൊരു തരത്തിൽ അവതരിപ്പിക്കുകയാണ്. കുറേയും കൂടി വളരെ അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങളും സിറ്റുവേഷൻസും ഒക്കെ വെച്ചുകൊണ്ട് ആരുടെയൊക്കെയോ ചിന്തയിലുണ്ടാകുന്ന കഥകളാണ് നമ്മൾ വായിക്കുന്നത്. ഇത്തരം കഥകളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന അട്രാക്ഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂടിയൊരു ലെവലിലായിരിക്കും. അതിനെയും നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കും. എങ്ങനെയാണെന്നറിയോ? നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നു, നമുക്ക് നല്ല സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നു, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ കാണുന്നു, ആൺ പെൺ സൗഹൃദങ്ങളെ കാണുന്നു. അപ്പോൾ ഇത് സൗഹൃദവും കൂടി ആവാം. ഈ പറയുന്ന അട്രാക്ഷൻ തോന്നും, അത് നമ്മുടെ പരിണാമപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് എന്ത്, എങ്ങനെ, എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള സമൂഹമാണ്. എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് നമുക്ക് നല്ല സൗഹൃദങ്ങളുണ്ടാകും, നമുക്ക് പ്രണയങ്ങൾ തോന്നാം, അതൊരു ഇൻഫാക്ച്വേഷൻ ലെവലിലാണ്. പിന്നീട് നമ്മുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലേക്കും കടന്നു പോകുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പാർട്ട്ണറെ കിട്ടുമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് സമൂഹം പറയുന്നത് പോലെ വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ മറ്റ് റിലേഷൻഷിപ്പ് മാർഗ്ഗങ്ങളിലേക്ക് പോകാം. പക്ഷേ ഇവിടെ ഒന്നും മറ്റേയാളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയോ ആക്രമിക്കുകയോ ജഡ്ജ് ചെയ്യുകയോ അയാളുടെ അടുത്ത് കടന്നു കയറാനുള്ള ലൈസൻസ് എനിക്ക് കിട്ടുന്നില്ലടോ. അപ്പോൾ ചോദിക്കും, വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ആളുകളും നമ്മുടെ നാട്ടിൽ റേപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ പിടിക്കപ്പെടുന്നില്ലേ എന്നുള്ളത്. ഞാൻ എൻ്റെ ഇംഗിതങ്ങളെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, അത് കൺട്രോൾ ചെയ്യാനുള്ള എൻ്റെ കപ്പാസിറ്റി എത്രത്തോളമാണ്. പിന്നെ സാഹചര്യം എന്ന് പറയുന്നൊരു കാര്യം ഇവിടെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ മതങ്ങൾ ചെയ്യുന്ന ഒരു വൃത്തികേട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുരുഷൻ അട്രാക്ഷൻ തോന്നും, ശാസ്ത്രവും അത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നും, അപ്പോൾ ഒരു പെൺകുട്ടിയെ വേണം അവളെ സൂക്ഷിക്കാൻ എന്നാണ് മിക്കവാറും മതങ്ങൾ പഠിപ്പിക്കുന്നത്. അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കിട്ടിയാൽ കയറി പിടിക്കാനുള്ളതാണ് എന്നുള്ള ഒരു വ്യംഗ്യാർത്ഥം കൂടി അതിന് വരുന്നുണ്ട്. കാരണം നല്ല പെൺകുട്ടികളൊന്നും ഇത്തരം സാഹചര്യത്തിൽ ഒരു പുരുഷൻ്റെ മുന്നിൽ വരില്ല. അപ്പോൾ അവൾ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അവൾ വന്നത്, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം എന്ന് പറയുന്ന രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കും. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടത് നല്ല രീതിയിലുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതുമാണ്. പക്ഷേ മതത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അബ്ദുള്ള ബാസിൽ പൊക്കിക്കൊണ്ടുവരുന്ന മറ്റൊരു കണക്കുണ്ട്. അതായത് ഈ പുരുഷന്മാർ പ്രശ്നക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു പഠനം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? പുരുഷന്മാരിൽ 35% ആളുകളും പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളാണ് എന്ന് പഠനം വന്നിട്ടുണ്ട്. ശാസ്ത്രത്തിനെ എതിർക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എന്നാണ് അബ്ദുള്ള ബാസിൽ പറഞ്ഞത്. അബ്ദുള്ള ബാസിൽ പറഞ്ഞ ശാസ്ത്രത്തിനൊരു ഭയങ്കര കുഴപ്പമുണ്ട്. ഈ പറഞ്ഞ സ്റ്റഡി ഉണ്ടോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലത്തെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. 35% എന്നുള്ള നമ്പർ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ചുറ്റുമുള്ള 35% പുരുഷന്മാരും പ്രശ്നക്കാരാണെന്നല്ല. ഇതിൻ്റെ യഥാർത്ഥ കഥ എന്താണെന്നറിയോ? 1981 കുറച്ച് ഗവേഷണ വിദ്യാർത്ഥികളൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ അവരോട് നീൽ മലാമുത്ത് എന്ന് പറയുന്ന ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു. ആരും അറിയില്ലെന്നും ശിക്ഷിക്കപ്പെടില്ല എന്നും ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ തയ്യാറാകുമോ എന്നുള്ളതായിരുന്നു. അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ
ഒന്നിലധികം തവണ, അതായത് 35% ആളുകൾ ഒന്നിലധികം തവണ സാധ്യതയുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു ചെറിയ ക്യാച്ച് ഉണ്ട്. എന്താണെന്നറിയോ? 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സാണ് എഴുതി കൊടുത്തത്. നിങ്ങൾ ഈ ഗൂഗിളിലൊക്കെയുള്ള സർവേസിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും തരിക. 1 ഈ സൈഡിൽ എഴുതിയിട്ടുണ്ടാവും, 10 ഈ സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന കാര്യം ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? ഇപ്പോൾ എന്നോട് കുഴി ചാടാൻ നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് എന്നുള്ളതാണ് ഇവിടെ ഉണ്ടാവുക, ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഉണ്ടാവുക. ചിലപ്പോൾ എന്ന് പറയുന്ന പോലത്തെ സാധനങ്ങളാണ് ഇതിൻ്റെ ഇടയിൽ വരിക. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്വിഗ്ഗിയിൽ റേറ്റിംഗ് കൊടുക്കുന്ന പോലെ 1 മുതൽ 10 വരെ റേറ്റിംഗ് ഉണ്ട്. കുഴപ്പമില്ല, ചിലപ്പോൾ, എന്നാലും ഇല്ല എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു റേറ്റിംഗ് ആണല്ലോ. അപ്പോൾ ഇതിൽ 1 മുതൽ 5 വരെയാണ് കൊടുത്തത്. ഇതിൽ 2 തൊട്ട് മുകളിലേക്കുള്ള എല്ലാവരെയും അതിൽ കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ യെസിൻ്റെയും നോയുടെ ഇടയ്ക്ക് ചിലപ്പോൾ എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഒരു 2.5 ഇപ്പുറത്താണല്ലോ 1-നും 5-നും ഇടയിൽ എന്ന് പറയുമ്പോൾ. പക്ഷേ 2 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരെയും കൂട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റഡി വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് ഡെക്കോട്ടയിൽ നടക്കുന്ന ഒരു സർവേ ആണ്. അതിൽ നിങ്ങൾ ബലാത്സംഗം ചെയ്യുമോ എന്ന് നേരിട്ട് ചോദിച്ചപ്പോൾ 13.6% പുരുഷന്മാരും പറഞ്ഞു സാധ്യതയുണ്ട്. ഒരു സാമ്പിൾ സൈസ് എടുത്തു, അതിൽ നിങ്ങൾ ബലാത്സംഗം ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ 13.6% പേര് സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനത്തെ ആൾക്കാർ എല്ലാ സൊസൈറ്റിയിലും ഉള്ളതാണ്. പക്ഷേ ചോദ്യം ഒന്ന് മോഡിഫൈ ചെയ്തു. ബലാത്സംഗം എന്നുള്ള വാക്ക് ഒഴിവാക്കി. അവളുടെ താല്പര്യമില്ലാതെ ലൈംഗികമായി ബന്ധപ്പെടാൻ നിങ്ങൾ ബലം പ്രയോഗിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ 31.7% പേരും യെസ് എന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ ബലാത്സംഗം എന്ന് പറയുന്നതും കൺസെൻ്റ് ഇല്ലാതെ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന സെക്സും ഒന്നാണ് എന്ന് പറയുന്ന അവബോധമില്ലാത്തതാണ്. ഇവിടെ ആവശ്യമായിട്ടുള്ളത് ബോധവൽക്കരണമാണ്. അല്ലാതെ പുരുഷൻ ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് സ്ത്രീകൾ മുഴുവൻ വസ്ത്രം ദേഹം മുഴുവൻ മൂടുന്ന രീതിയിൽ ഇട്ടുകൊണ്ട് നടക്കണമെന്നല്ല. ഈ പുരുഷൻ അറിയില്ല കൺസെൻ്റ് എന്താണെന്നുള്ളത്. അത് ഇന്നും നമ്മുടെ നാട്ടിൽ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. വിവാഹത്തിന് ശേഷം ഭാര്യയുമായി ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ കൺസെൻറ്റ് വേണം എന്ന് പറയുമ്പോൾ, അതായത് ഫോഴ്സ്ഫുള്ളി അവരെ ബലാത്സംഗം ചെയ്യുന്നതാണ് എന്ന് പറയുമ്പോൾ, അങ്ങനെയാണ് പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത് എന്നുള്ള തിരിച്ചുള്ള ചോദ്യം വരുന്നത്. പക്ഷേ ഇത്തരം ഈ പറയുന്ന 2 സ്റ്റഡീസിലെയും ഒരു പ്രധാന പ്രശ്നം എന്താ അറിയോ? ഇതിൻ്റെ സാമ്പിൾ സൈസ് വളരെ ചെറുതാണ്. അബ്ദുൽ ബാസിൽ പറയുന്നത് ഇന്ത്യ ഒട്ടാകെ നടന്നിട്ടുള്ള ഒരു സർവേയെക്കുറിച്ചല്ല, ഒരു ചെറിയ ഗവേഷണ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിനോട് ചോദിച്ചാണ്. അവർ ഗവേഷണ വിദ്യാർത്ഥികളാണ്, അവർ നമ്മുടെ നാട്ടിലുള്ളവരല്ല. നമ്മുടെ നാട്ടിലെ 35% പുരുഷന്മാരും പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളാണ് എന്നൊന്നും ഈ സ്റ്റഡി പറയുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു സയൻറ്റിഫിക് അടിത്തറയുമില്ല. സയൻസിൽ അല്ലെങ്കിൽ സയൻസ് പഠിച്ചിട്ടുള്ള ആരോ എവിടെയോ എന്തോ ഒരു സാധനം ചെയ്തു, അതുകൊണ്ട് നിങ്ങൾക്കിത് വിശ്വസിച്ചോ എന്നാണ് അബ്ദുള്ള ബാസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുമുള്ള പുരുഷന്മാർ 35% പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ ഞാനടക്കമുള്ള പുരുഷ സമൂഹത്തിനെയും കൂടി ചേർത്തുകൊണ്ടാണ് അയാളത് പറയുന്നത്. ചിലപ്പോൾ അബ്ദുള്ള ബാസിലിൻ്റെ ചുറ്റുമുള്ള പുരുഷന്മാരിൽ 35%, അതായത് അബ്ദുള്ള ബാസിലും ഒരു 9 കൂട്ടുകാരും ഉണ്ടെങ്കിൽ അതിൽ 4 പേര് പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആയിരിക്കാം. നമുക്കറിയില്ല, ഞാൻ ആ കൂട്ടത്തിൽ പെടില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കേരളത്തിലെ കാര്യം പറയുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ കാര്യം പറയുന്നു. വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള, സംസ്കാരമുള്ള, നല്ല സെക്സ് എഡ്യൂക്കേഷൻ നമുക്ക് കുട്ടിക്കാലത്തോ കിട്ടിയിട്ടില്ല. അതിനുശേഷം കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരുന്ന ഒരു പുതിയ തലമുറയ്ക്ക് അങ്ങനെ ആവാൻ പറ്റില്ല. എന്നിട്ട് അബ്ദുള്ള ബാസിൽ മുന്നോട്ട് എടുത്തു വെക്കുന്ന ഓരോ തവണ പറയുമ്പോഴും പറയുന്നത് ഗോവിന്ദച്ചാമിമാർ നമ്മുടെ ചുറ്റുമുണ്ട്. ഗോവിന്ദച്ചാമിമാർ മാത്രമല്ല, ചില മത പണ്ഡിതന്മാരുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പത്രത്തിലൊക്കെ കാണാറുള്ളതാണ് കേസൊക്കെ ആയിട്ട്. അതിനെക്കുറിച്ച് പുള്ളി സംസാരിക്കുന്നില്ല. പിന്നെ സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്ത്, പെൺകുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ജീവിതം നശിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു സ്ത്രീ മരിച്ചത്. 37-ാമത്തെ വയസ്സിൽ 35-ാമത്തെ വയസ്സിൽ അവർ 7 കുട്ടികൾക്ക് ജന്മം നൽകി. അതിൽ അവസാനത്തെ കുട്ടിക്ക് ജന്മം കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയും പുഴുവരിച്ചാണ് ആ പെൺകുട്ടി മരിച്ചത്. പുഴുവരിച്ച്, അതായത് അവരുടെ മുറിവിൽ നിന്ന് പുഴുക്കൾ പുറത്തിറങ്ങുന്നുണ്ടായിരുന്നു എന്ന്. ഇതുവരെ അക്യുപങ്ക്ചർ എന്ന് പറയുന്ന ഒരു ചികിത്സയെ പ്രൊമോട്ട് ചെയ്ത് സ്ത്രീകളുടെ ജീവനും ആരോഗ്യവും ആപത്തിലാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഓരോ കേസ് വരുമ്പോഴും നമ്മൾ കേൾക്കുന്നത് മുഴുവൻ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളുടെ പേരുകളാണ്. ആ സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്ത്, അതായത് അശാസ്ത്രീയമായ ഈ ഒരു ആരോഗ്യ പദ്ധതിയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ജീവനും ആരോഗ്യവും റിസ്കിലാക്കുന്നതിനെക്കുറിച്ച് അബ്ദുള്ള ബാസിലിന് പ്രശ്നമില്ല. ആ മാനിപ്പുലേഷനെ കുറിച്ച് സംസാരിക്കുന്നില്ല. അവരുടെ പ്രശ്നം സ്ത്രീയുടെ ശരീരം പുരുഷൻ കാണാൻ പാടില്ല എന്നുള്ള. ഈ അക്യുപങ്ക്ചർ ഇവർ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുറത്തെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പുരുഷ ഡോക്ടർമാരെ നോക്കിയാലോ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഈ സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ ഒരു പുരുഷ ഗൈനക്കോളജിസ്റ്റ് കണ്ടാലോ, ഇങ്ങനെയും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിനിടയിൽ ഏറ്റവും വൃത്തികെട്ട ഒരു കാര്യം കൂടി അയാൾ അതിൽ കുത്തിക്കയറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഡെഡ് ബോഡിയോട് ലൈംഗികമായി, അല്ലെങ്കിൽ ഡെഡ് ബോഡിയെ ലൈംഗിക ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം ആ പാനലിസ്റ്റുകളിൽ ഒരാൾ ചോദിച്ചു. അതുപോലെ കൊച്ചുകുട്ടികളോട് ലൈംഗിക താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി എന്നൊരു തിയറി ഉണ്ട് അത്രേ. അപ്പോൾ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുമ്പോൾ, വേറൊരാളോടുള്ള ഫ്രസ്ട്രേഷൻ അയാളോട് പ്രകടിപ്പിക്കാൻ പറ്റാതെ വരുമ്പോൾ ആ ഫ്രസ്ട്രേഷൻ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് ഡെഡ് ബോഡിയോടും കുഞ്ഞുങ്ങളോടും തോന്നുന്ന ഈ ലൈംഗിക പരിപാടികളിൽ നിന്ന്. എന്ത് വൃത്തികേടാണോ പറയുന്നത്? ഈ പറയുന്ന മതപഠനശാലകളിൽ അടക്കം പീഡിപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് കൊണ്ടുള്ള ആ അഗ്രഷനാണെന്നാണോ? നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. കാര്യം ഇതുപോലെ പുള്ളി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പെണ്ണിൽ വിഷ്വൽ സ്റ്റിമുലേ ഇല്ല. അതായത് പുരുഷന് സ്ത്രീയുടെ
നഗ്ന ശരീരം കാണുക അല്ലെങ്കിൽ ശരീരം കാണുക എന്ന് പറയുമ്പോഴേക്കും ലൈംഗിക ഉത്തേജനം ഉണ്ടാവും. പെണ്ണിനത് ഉണ്ടാവില്ല എന്ന്. കൊള്ളാട്ടോ, നല്ല ഭയങ്കര ബുദ്ധിയുള്ള ഒരാളാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെ വെച്ചിട്ട് പഠനമൊന്നും പുള്ളി നടത്തില്ല. ഇനി സ്ത്രീകളെ വെച്ചിട്ടുള്ള ഇത്തരം ലൈംഗികതയുമായി ചേർത്ത് നിർത്തുന്ന പഠനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസത്തിനെതിരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നോക്കാറുണ്ടാവില്ല. വിഷ്വലി സെക്ഷൽ സ്റ്റിമുലൈസേഷൻ സ്ത്രീകൾക്കുണ്ടാവില്ല എന്ന് പറയാൻ എന്ത് പഠനമാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്? സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിമുലൈസേഷൻ കിട്ടാത്ത പുരുഷന്മാരും ഉണ്ടാവും. അപ്പോഴാണ് പുള്ളി അതിൻ്റെ ഇടയിൽ ചേർത്ത് നോർമൽ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ. അപ്പോൾ പുള്ളിക്കൊരു പുരുഷനുണ്ട്, പുള്ളിയുടെ മനസ്സിലൊരു പുരുഷനുണ്ട്, മറ്റേ അഗ്രഷൻ കാണിക്കുന്ന, ഫ്രസ്ട്രേഷൻ വരുമ്പോൾ അത് ലൈംഗികമായി ആരുടെ മേലും കാണിക്കുന്ന. ഈ ഒരു എൻ്റർ പ്രോഗ്രാം നോക്കുമ്പോൾ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഷോ നോക്കുകയാണെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിലുള്ള ആ പുരുഷൻ പുറത്തിയാടുന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു പുരുഷൻ എന്ന് പറയുന്നത് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ തൻ്റെ ചുറ്റുമുള്ള ഓരോ ജീവികളെയും, സ്ത്രീ, ട്രാൻസ്ജെൻഡർ ഭേദമന്യേ അല്ലെങ്കിൽ ജെൻഡർ ഭേദമന്യേ മനുഷ്യരെ സ്നേഹിക്കാനും ബഹുമാനം കാണിക്കാനും ഒക്കെ പറ്റുന്ന ഒരു പുരുഷനുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാമൂഹ്യ ജീവിയാവുന്ന പുരുഷനുണ്ട്. ആ പുരുഷനെ പുള്ളി ഇതിൽ കൂട്ടിയിട്ടുണ്ടാവില്ല. സ്ത്രീയെ പിന്നെ പണ്ടേ കൂട്ടാറില്ലല്ലോ. പിന്നെ നൈസായിട്ട് അതിൻ്റെ ഇടയിൽ, അതായത് സ്ത്രീകൾക്ക് വസ്ത്രസ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, അവർക്ക് ഫാഷൻ ഷോയിൽ പങ്കെടുക്കാം, എല്ലാത്തിനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്ത്രീ നഗ്നയായി നിന്നാൽ പോലും നോക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ തുറന്നു വെച്ചാൽ അപകടമുണ്ട്. ഇവിടെ ഗോവിന്ദച്ചാമി ഉണ്ട്. എന്താടോ ഇത്? നൈസായിട്ട് അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നിങ്ങളിങ്ങനെ തള്ളി കയറ്റല്ലേ. അതായത് നിയമപരമായ യാതൊരു ഇപ്പോൾ ഒരു വാർ സോണിലേക്ക് പോവുകയാണ്, അവിടെ നിയമമില്ല, ആളുകൾക്ക് ജീവനാണോ, ജീവൻ ഇനി ഇപ്പോൾ പോവുക എന്താവുമെന്നൊന്നും അറിയില്ല. അതിൻ്റെ ഇടയിൽ കുറേ യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അവിടെ പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അവിടെ സ്ത്രീയെന്നോ ചിലപ്പോൾ പുരുഷനെന്നോ വ്യത്യാസം ഉണ്ടാവില്ല. നിങ്ങൾ ലൈംഗികമായ അടക്കം ഉപദ്രവിക്കപ്പെടാം, നിങ്ങൾ ഉപയോഗിക്കപ്പെടാം, നിങ്ങൾ പിച്ചി ചീന്തപ്പെടാം. അത് ശരിയാണ്. അവിടെ നിങ്ങൾ മൂടി വെച്ചോ. അവിടെ നിങ്ങൾ സ്ത്രീകൾ, ഇപ്പം പണ്ട് ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ ട്രൈബും മറ്റൊരു ട്രൈബിനെ ആക്രമിക്കാൻ വരുമ്പോൾ നിങ്ങളൊരു കുഴി മണ്ണിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് സ്ത്രീകളെയൊക്കെ ഇട്ടിട്ട് മുകളിൽ കരിയിലേക്ക് വെച്ചിട്ട് രക്ഷിച്ചോ. മൂടി വെച്ചാൽ നിങ്ങൾക്ക് സ്ത്രീകളെ സംരക്ഷിക്കാൻ പറ്റും. കാരണം ആ സ്ത്രീകളാണല്ലോ നിങ്ങളുടെ അടുത്ത തലമുറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു നടക്കാണല്ലോ. അപ്പോൾ ഓക്കെ, ഇപ്പം അതല്ല അവസ്ഥ. ഇവിടെ നിയമമുണ്ട്, നമുക്ക് സംസ്കാരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. അതുകൊണ്ട് മൂടി വെച്ചില്ലെങ്കിലും കയറി പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഗോവിന്ദച്ചാമി ഉണ്ടെങ്കിൽ അവൻ അകത്താവും. അല്ലാതെ ഗോവിന്ദച്ചാമി പുറത്തുണ്ടെന്ന് കരുതിയിട്ട് പെണ്ണ് ഒളിച്ച് നടക്കുകയല്ല വേണ്ടത്. ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഈ ഷോയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നൊരു കാര്യമാണ്. അതായത് ഫാഷൻ എന്ന് പറയുമ്പോഴേക്കും സ്ത്രീയുടെ നഗ്നത എന്ന് പറഞ്ഞിട്ടാണ് ആ ഇരുന്ന 3 എണ്ണം, അബ്ദുള്ള ബാസിലും പിന്നെ 2 ആൾക്കാരും ഉണ്ട്. ഇവർ 3 പേരും സ്ത്രീയുടെ നഗ്നത എന്ന് പറഞ്ഞ് കയറി പിടിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് നഗ്നതയല്ലടോ, ഫാഷൻ ഷോ വേറെ പരിപാടിയാടോ, ആർട്ടാടോ. പക്ഷേ ഇവർക്കിത് എന്തോന്ന് മനസ്സിലാവാൻ. കാര്യം ഇവർ ഇരുട്ടത്ത് മാത്രമേ ഈ പരിപാടി കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയിൽ മാത്രം അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. സ്വകാര്യതയിൽ ആസ്വദിക്കുകയും അല്ലാത്ത സമയത്ത് എതിർക്കുകയും ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അത്രേ അറിയുള്ളൂ. അപ്പോൾ ഇവർ ഇത് നഗ്നത അല്ല എന്ന് പറയുമ്പോൾ അബ്ദുള്ള ബാസിൽ ചാടി കയറി, അപ്പോൾ ശരീരം കാണിക്കുന്ന ഫാഷൻ ഷോ ഞങ്ങൾക്ക് എതിർക്കാമോ? യെസ്, നിങ്ങൾക്ക് എതിർക്കാം. ഒറ്റയ്ക്കൊരു മുറിക്കകത്ത് പോയിരുന്നിട്ടോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ടോ നിങ്ങൾക്ക് പറയാം ഫാഷൻ ഷോ വളരെ മോശമാണ്, അത് നിരോധിക്കപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴി ഞാൻ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സംഖ്യയായി മാറിയേക്കും. താലിബാൻ ഭരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലൂ, അവിടെ നിങ്ങൾക്ക് പറയാം, അവിടെ നിങ്ങൾക്ക് ഫാഷൻ ഷോ നിരോധിക്കാം, നിങ്ങൾക്ക് ക്രോപ്പ് ടോപ്പ് നിരോധിക്കാം, നിങ്ങൾക്ക് സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് നിരോധിക്കാം, പുരുഷൻ കൂടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, വിദ്യാഭ്യാസം പാടില്ല, വണ്ടി ഓടിക്കാൻ പാടില്ല, വോട്ട് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് എന്തൊരു വേണേ ചെയ്യാം. അങ്ങോട്ട് പൊക്കോളൂ. ഇന്ത്യയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസവും വിവേകവും സംസ്കാരവുമുള്ള, സംസ്കാരം എന്ന് പറയുമ്പോൾ മറ്റേ വേറെ 2 ചേട്ടന്മാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അവർ പറഞ്ഞ സംസ്കാരമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സാംസ്കാരികമായി മുന്നോട്ട് പോകുന്നൊരു സംസ്കാരം ഉണ്ടല്ലോ, ആ സംസ്കാരം. അപ്പോൾ ആ സംസ്കാരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവിടെ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. അതിൽ നിന്ന് നിങ്ങൾക്ക് വല്ല സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ പൊങ്ങി വരുന്നതിനെ അടക്കി വെക്കാൻ നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം എടുക്കണം. ഇനി അബ്ദുള്ള ബാസിൽ ഈ പറയുന്ന ഡയലോഗെല്ലാം അടിച്ചു. അത് കഴിഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തന്നെ ഞാൻ തള്ളിക്കളഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി സ്വന്തം ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഭയങ്കര രസമുള്ളൊരു ഡയലോഗ് പറയുകയാണ്, സ്ത്രീകളെ, പെൺകുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞിട്ടാണ് പുള്ളി വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 3 പേരൊഴികെ, ഞങ്ങളൊരു 3 പേരൊഴികെ ബാക്കി എല്ലാവരും ഫാഷൻ ഇൻഡസ്ട്രി ഉപജീവന മാർഗ്ഗമായി കാണുന്നവരാണ്. അപ്പോൾ അതിനെ എതിർത്തത് കൊണ്ട്, അതായത് ആദ്യമേ അതിനെക്കുറിച്ചൊരു നെഗറ്റീവ് സൈഡ് പറയുന്നത് കൊണ്ട് അവരെല്ലാം ഡിഫെൻസീവായി. സയൻസ് പറയുന്നത് കേട്ടില്ല. എൻ്റെ പൊന്ന് അബ്ദുള്ള ബാസിൽ, ഈ സയൻസ് വേറെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ അബ്ദുള്ള ബാസിൽ കേൾക്കാറുണ്ടോ? മാത്രമല്ല മനുഷ്യനുണ്ടായത് പരിണാമപരമായിട്ടാണ് എന്ന് പറഞ്ഞാൽ അബ്ദുള്ള ബാസിലിന് പറ്റില്ല. മനുഷ്യൻ എന്തോ കുഴച്ചുണ്ടാക്കിയതാണ്, മനുഷ്യൻ്റെ ഈ രൂപം മൂപ്പരിരുന്ന് ഡിസൈൻ ചെയ്താണ്. മരിച്ചു കഴിയുമ്പോൾ നമ്മൾ മറ്റേ സ്ഥലത്ത് പോകും, അവിടെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്, അവിടെ ഇഷ്ടംപോലെ പെണ്ണുങ്ങളും കള്ളും ഒക്കെ കിട്ടും, അവിടെ പോയിട്ട് നിങ്ങൾക്ക് അഴിഞ്ഞാടി ജീവിക്കാം, ഈ ഭൂമിയിൽ നിങ്ങൾ ഡീസൻ്റായിട്ട് അടക്കി പിടിച്ച് ജീവിക്കണം എന്നൊക്കെ പറയുന്നതിന് പുള്ളി വേറെ ശാസ്ത്രീയമായിട്ടുള്ള സംഭവമൊന്നുമില്ല. പക്ഷേ സ്ത്രീകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി കുറച്ച് ശാസ്ത്രം പൊക്കിക്കൊണ്ട് വരും. ഈ സ്വന്തമായിട്ട് പണിയെടുത്ത്
എടുത്ത് ജീവിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പെൺകുട്ടികളെ അവരെ ആരോ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങാനുള്ള ആ മനസ്സുണ്ടല്ലോ, ആ വിശാല ഹൃദയം നമിക്കുകയാണ് ഞാനിതൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഇവിടെ ഗോവിന്ദസ്വാമിയുണ്ട് നിനക്കൊക്കെ അധോഗതി അടി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് മാനിപ്പുലേഷനേ അല്ല. മക്കൾക്ക് ഞാൻ പഠിപ്പിച്ചുതരാം, എല്ലാവരും ഇങ്ങോട്ട് ബാ എന്ന് പറയുന്നതാണ് സുഹൃത്തെ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ സ്വതന്ത്രമായി ജീവിക്കട്ടെ, അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവുക. നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ മോശമായ സോഷ്യൽ കണ്ടീഷനിങ് ശ്രമങ്ങൾ അവസാനിപ്പിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഫാഷൻ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിട്ടുള്ള ആ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ ഞങ്ങൾ കുറ്റങ്ങൾ പറഞ്ഞപ്പോൾ ഡിഫെൻസീവായി എന്ന് പറയുന്നത്, ഞാനൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയോട് എനിക്ക് അത്രയും ആത്മാർത്ഥതയും അർപ്പണബോധവും ഒക്കെ ഉള്ളപ്പോൾ അതിനെക്കുറിച്ച് ഒരു വിവരമില്ലാത്തവന്മാർ വന്ന് വായി തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ ആരായാലും ഡിഫെൻഡ് ചെയ്യും, എതിർത്ത് സംസാരിക്കും. നിങ്ങൾ ആർജയിങ്ങിനെ കുറിച്ചോ യൂട്യൂബ് ഒരു കരിയർ ആക്കുന്നതിനെക്കുറിച്ചോ ഏതെങ്കിലും ഒരു ബോധമില്ലാത്തവൻ ഇതൊക്കെ മോശമാണെന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാൻ പറയും അവന് ബോധമില്ല, അവന് വിവരമില്ല, ഇതിങ്ങനെയൊക്കെയാണ് എന്ന് ഞാൻ പറയും. അതെനിക്ക് എൻ്റെ ജോലിയിലുള്ള വിശ്വാസം കൊണ്ടാണ്, ഞാൻ നിൽക്കുന്ന മേഖലയെക്കുറിച്ച് എനിക്കുള്ള അവബോധം കൊണ്ടാണ്. ആ ബോധമില്ലാത്തവനോടിരുന്ന് പറയുന്നു അവർ ഭയങ്കര ഡിഫെൻസീവായി. പിന്നെ സ്ത്രീകൾ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുമ്പോൾ, അവരുടെ ബുദ്ധി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളിങ്ങനെ അസ്വസ്ഥനാവല്ലേ അബ്ദുള്ളേ. ചർച്ചയ്ക്ക് പോയിരുന്നത് അളിഞ്ഞത് പോരാത്തോണ്ടാന്ന് തോന്നുന്നു. വീണ്ടും ന്യായീകരിച്ച് പറയുന്നുണ്ട്. അതായത് ഫാഷൻ ഇൻഡസ്ട്രി സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു, കമ്മോഡിഫൈ ചെയ്യുന്നു എന്ന് പറയുന്നൊരു കാര്യം. സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയിലുണ്ടാവുന്ന പുതിയ ട്രെൻഡുകളെ കാണിക്കാൻ വേണ്ടി പുരുഷന്മാരെ അതിട്ട് നടത്തിച്ചാൽ പറ്റുമോ? പട്ടിയോ പൂച്ചയോ ഇട്ട് നടത്തിച്ചാൽ പറ്റുമോ? അതിന് സ്ത്രീകൾ തന്നെ വേണ്ടേ? അതൊന്നാമത്തെ കാര്യം. 2, സെൽഫ് എക്സ്പ്രഷനെയും ഒബ്ജക്റ്റിഫിക്കേഷനെയും ഇന്നും മനസ്സിലാക്കാത്ത വിവരമില്ലാത്തവന്മാർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. ഞാൻ ജിമ്മിൽ പോയി എൻ്റെ ബോഡിയൊക്കെ നന്നാക്കി, എനിക്ക് തോന്നി അടിപൊളി ബോഡി. ഞാൻ എൻ്റെ ബോഡിയൊക്കെ കാണിച്ചു, അല്ലെങ്കിൽ ബൈസെപ്സ് കാണിച്ചിട്ട് ഞാനൊരു ഫോട്ടോ ഇടുന്നു. അതെൻ്റെ എക്സ്പ്രഷനാണ്, എൻ്റെ ബോഡിയാണ്, എൻ്റെ മാസ്കുലിനിറ്റിയുടെ എക്സ്പ്രഷനാണ്, ഞാനത് കാണിക്കും. ആർക്കവിടെ പ്രശ്നം? അതേപോലെ ഒരു പെൺകുട്ടി അവളുടെ ശരീരം നന്നായി നോക്കുന്നു, അവൾ പുതിയൊരു ഒരു നല്ല ഫാഷൻ ട്രെൻഡ് അനുസരിച്ചുള്ള ഒരു കോസ്റ്റ്യൂം ഇട്ടു, അല്ലെങ്കിൽ അവളൊരു ചെരുപ്പ് വാങ്ങി, ഒരു വാച്ച് വാങ്ങിച്ചു, അവളത് കാണിക്കാൻ വേണ്ടിയിട്ട് അവളൊരു ഫോട്ടോ എടുക്കുന്നു. അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് അവൾക്കുള്ള ബോധ്യം ഉള്ളത് കൊണ്ട് അവളൊരു ഫോട്ടോ എടുക്കുന്നു, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ എന്തിനാ ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ പൊങ്ങി വരുന്നത്? അത് സെൽഫ് എക്സ്പ്രഷൻ ആണോ? ഒരാൾ അയാൾക്കുള്ളതിനെ എംബ്രേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഫാഷൻ ഇൻഡസ്ട്രി ഇങ്ങനെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? പുരുഷൻ ഒരു സ്ത്രീയിൽ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്, അത് പുരുഷന് കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അത് സ്ത്രീവിരുദ്ധതയാണെന്ന്. മെയിൽ ഗേസൊക്കെ ആയിരിക്കും പുള്ളി പറഞ്ഞു വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങളിങ്ങനെ പുരുഷന്മാരെ മുഴുവൻ ഇത്രയും അധപ്പതിച്ച ആളുകളായിട്ട് കാണല്ലേ? നിങ്ങളൊരു 3 പേര് ആ ചർച്ചയിലിരുന്നില്ലേ? ആ 3 പേരും ഒരു ഫാഷൻ ഷോ കാണുന്നത്, പോട്ടെ ഫാഷൻ TV കാണുന്നത് സ്ത്രീകളുടെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. ആ പുരുഷന്മാർക്ക് വേണ്ടത് അവരതിൽ നിന്ന് എടുക്കുന്നു എന്നുള്ളതാണ്. അവർക്കതല്ല അവിടെ കൊടുക്കാൻ വെച്ചിരുന്നത്, ഇവരതാണ് എടുത്തത്. അതായത് ഈ ഫാഷൻ സെൻസ് ഇല്ലാത്ത ആൾക്കാർ, അതുപോലെ സ്ത്രീയെ വെറും ഒബ്ജക്റ്റായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഫാഷൻ ഷോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് അവർക്ക് എടുക്കാനുള്ളത് ഒരേ ഒരു സാധനമാണ്, നഗ്നത. അത് കാണുന്നു, ചിന്തകൾ പൊങ്ങി വരുന്നു, അല്ലേ? പക്ഷേ ഫാഷൻ സെൻസ് ഉള്ള ഒരാളുടെ അടുത്താണ് അവരത് പ്രകടിപ്പിക്കുന്നത്. അതിൽ നിന്ന് ബുദ്ധിയും വിവരമുള്ള, അതിൽ നിന്ന് എടുക്കാൻ ആവശ്യമുള്ള ആളുകൾ അത് എടുക്കും. അല്ലാതെ ഇത് കാണുന്ന എല്ലാ പുരുഷനും സ്ത്രീയുടെ നഗ്നത കാണാൻ വേണ്ടിയാണ് ഇരിക്കുന്നതെന്നും ചിന്തകൾ പൊക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഒക്കെ. അങ്ങനെ നിങ്ങൾ ഈ പുരുഷന്മാരെ കുറച്ച് കാണല്ലേ അബ്ദുള്ള ബാസിൽ? ഇത് നമ്മൾ പറയുമ്പോഴേ കമൻറ്റ് ബോക്സിൽ വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. നിനക്ക് പൊങ്ങാത്തതിന് നമ്മൾ എന്ത് ചെയ്യാനാണ്? പൊങ്ങേണ്ട സമയത്ത് പൊങ്ങിയാൽ മതി ബ്രോ, അല്ലാതെ പൊങ്ങുന്നത് ശരിയല്ല. ഫാഷൻ ഷോയിൽ സ്ത്രീകൾ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരുന്നത് അതൊരു തരം മാനിപ്പുലേറ്റഡ് കൺസെൻ്റ് ആണ് എന്നാണ് അബ്ദുള്ള ബാസിലിൻ്റെ കണ്ടെത്തൽ. അത് മാനിപ്പുലേറ്റഡ് കൺസെൻ്റ് ആണ് എന്ന് വെക്കും, അങ്ങനെയാണെന്ന് വിചാരിക്കും. അപ്പോൾ പുരുഷൻ കണ്ടാൽ നിന്നെ ആക്രമിച്ചാലോ? ഗോവിന്ദച്ചാമി ഇവിടെ ഉണ്ട്, ബാക്കിയുള്ളവരൊന്നും നമ്മൾ കാണാറില്ല. അപ്പോൾ ഗോവിന്ദച്ചാമി ഇവിടെ ഇറങ്ങി നടക്കുന്നത് കൊണ്ട് 35% അബ്ദുള്ള ബാസിലിന് അറിയാവുന്ന ആളുകളും പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളായതുകൊണ്ട് നീ പറുതയിട്ട് നടക്കുന്നതാണ് നല്ലത്. നീ ശരീരം മറക്കണം, നിൻ്റെ വിരലിൻ്റെ നഖം പോലും ആരും കാണാൻ പാടില്ല എന്ന് പറയുന്നത് മാനിപ്പുലേറ്റഡ് കൺസെൻ്റ് അല്ലേ? അല്ല, അത് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ മൂടി നടക്കണമെന്നുണ്ടെങ്കിൽ നടക്കാട്ടോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ അതിനെ ഒരു തരത്തിലും എതിർക്കില്ല. ഒരാൾക്ക് പറുതയിട്ട് നടക്കുന്നതാണ് ഇഷ്ടം, ഒരാൾക്ക് അല്ലാതെ പറുത ഇല്ലാതെ നടക്കാനാണ് ഇഷ്ടം. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. പക്ഷേ അവിടെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു മാനിപ്പുലേറ്റഡ് ഇഷ്ടമല്ലേ? അതെന്താ നിങ്ങൾ പറയാത്തത്? ഫാഷൻ ഇൻഡസ്ട്രിയുടെ കോർ ഇഷ്യൂ എന്താണെന്നറിയോ? പുരുഷൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഒരു പുരുഷാധിപത്യ കോർപ്പറേറ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്ത് അവളെ ഒരു കമ്മോഡിറ്റി ആക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഈ പുരുഷാധിപത്യ ചിന്തകൾക്ക് വേണ്ടി, പുരുഷാധിപത്യ മതസമൂഹത്തിന് വേണ്ടി സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്ത്, സ്ത്രീ നീ ഇങ്ങനെ നടക്കണം, അങ്ങനെ നടക്കണം, പുരുഷൻ പറയുമ്പോൾ ഒക്കെ നീ ഇത് ചെയ്തു കൊടുക്കണം, നിൻ്റെ ശാരീരിക ആവശ്യങ്ങളോ നിൻ്റെ പ്രശ്നങ്ങളോ ഒന്നുമല്ല, പുരുഷനാണ് നീ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ അവളെ ജനിക്കുന്ന അന്ന് മുതലേ, അതായത് ഒരു 2-3 വയസ്സുള്ള സമയം മുതലേ തന്നെ ഗ്രൂം ചെയ്ത് ഒരു രീതിയിലേക്ക് വളർത്തിയെടുക്കുന്ന ആ പ്രോസസ്സില്ലേ, അത് നമ്മളിവിടെ ഒരു പ്രശ്നമില്ല കേട്ടോ. പുരുഷാധിപത്യ കോർപ്പറേറ്റുകളാണ് പ്രശ്നം, പുരുഷാധിപത്യ മതങ്ങളും ഇവിടുത്തെ പ്രശ്നമാണ് അബ്ദുള്ള. എനിക്കിഷ്ടമുള്ളൊരു പെണ്ണിനെ കണ്ടാൽ എനിക്ക് സ്റ്റിമുലേഷൻ ഉണ്ടാവും എന്നൊക്കെ അബ്ദുള്ള ബാസിൽ പറയുമ്പോൾ, പണ്ടൊക്കെ ആണെങ്കിൽ
അബ്ദുള്ളയ്ക്ക് ഉണ്ടാവുന്ന സ്റ്റിമുലേഷനെ കുറിച്ച് ആലോചിച്ച് പേടിച്ചിരുന്ന സ്ത്രീകളൊക്കെ ഉണ്ടാവും. അയ്യോ അബ്ദുള്ളയ്ക്ക് സ്റ്റിമുലേഷൻ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഫുൾ മൂടിയിരിക്കാം, അല്ലെങ്കിൽ ഒളിച്ചിരിക്കാം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാം. ഇനി അഥവാ പോവുകയാണെങ്കിൽ തന്നെ അബ്ദുള്ളയ്ക്ക് സ്റ്റിമുലേഷൻ ഉണ്ടാവുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന പോലത്തെ സൈസുള്ളൊരു പുരുഷനെ കൂടെ കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്ന പല താലിബാനിസ്റ്റിക് പരിപാടികൾ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താ അറിയോ, അബ്ദുള്ളയ്ക്ക് സ്റ്റിമുലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്റ്റിമുലേഷൻ അടിച്ചു താഴ്ത്താൻ പെൺകുട്ടികൾക്കറിയാം. പിന്നെ ബുദ്ധിയും വിവേകമൊക്കെ ഉള്ള പുരുഷന്മാർക്കറിയാം ഈ അനാവശ്യമായിട്ട് നമ്മളിരുന്ന് സ്റ്റിമുലേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി അങ്ങനെ ഒരു സ്റ്റിമുലി എഫക്റ്റൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നുള്ളതും നമ്മൾ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതാലോചിച്ച് സ്ത്രീ വിഷമിക്കേണ്ട കാര്യമില്ല. അത് എൻ്റെ പ്രശ്നമാണ്. എനിക്കൊരു സ്ത്രീയെ കാണുമ്പോൾ സ്റ്റിമുലൈസേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഞാനാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അല്ലാതെ എൻ്റെ സ്റ്റിമുലിയുടെ ഉത്തരവാദിത്തം ഞാനൊരു സ്ത്രീയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് അത് അവൾക്ക് താല്പര്യമില്ലാതെ അവളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ കൊടുക്കുന്ന ഒരുമാതിരി വൃത്തിയായിട്ട പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റിമുലികളെ വേണം നമ്മൾ ഡീൽ ചെയ്യാൻ, അല്ലാതെ സ്ത്രീകളെ അല്ല ഡീൽ ചെയ്യേണ്ടത്. ഈ ന്യായീകരണ വീഡിയോയിൽ അബ്ദുള്ള ബാസിൽ ഭയങ്കര ആശ്ചര്യചകിതനാവുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അതായത് സുന്ദരിയായ സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ പുരുഷന് ലൈംഗിക താല്പര്യം ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിന് സയൻസ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. പുള്ളി സുന്ദരിയായ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ് ഈ സുന്ദരിയായിട്ടുള്ള സ്ത്രീ? ഇനി സുന്ദരിയായ സ്ത്രീ ഏതാ, സുന്ദരി അല്ലാത്ത സ്ത്രീ ഏതാ എന്ന് കൺഫ്യൂഷൻ ആവുന്നത് കൊണ്ട് സ്ത്രീകളെ ആക്രമിക്കാൻ വരുന്ന അബ്ദുള്ള ബാസിലിന് പരിചയമുള്ള 35% പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളില്ലേ, അവരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണോ മുഴുവൻ സ്ത്രീകളും പർദ്ദയിട്ട് നടക്കണം എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും പർദ്ദയിട്ട് നടക്കട്ടെ, സ്ത്രീയും പുരുഷനും പർദ്ദയിട്ട് നടക്കട്ടെ. അപ്പോൾ സ്ത്രീ ഏതാ പുരുഷൻ ഏതാന്ന് മനസ്സിലാകാതെ അങ്ങനെ നമുക്ക് സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അബ്ദുള്ള ബാസിൽ പറയുന്നത് ഈ സുന്ദരിയായ സ്ത്രീയുടെ ശരീരം കണ്ടാൽ പുരുഷന്മാർക്കൊക്കെ ഈ ലൈംഗികാസക്തി ഉണ്ടാവും എന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാനത് അവിടെ ഇരുന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ആശ്ചര്യമായിരുന്നു. അവരുടെ ആശ്ചര്യം കണ്ടപ്പോൾ എനിക്ക് തന്നെ ആശ്ചര്യം വന്നുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ കാര്യം വേറൊന്നുമല്ല, അവിടെ ഇരുന്നതിലൊരു വലിയ വിഭാഗം ആളുകൾ ഫാഷൻ ഇൻഡസ്ട്രിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ലോകം കണ്ടിട്ടുള്ള ആളുകളാണ്. അതുപോലെ പുതിയ കുട്ടികളാണ്. ഈ ഫാഷൻ ഇൻഡസ്ട്രിയുടെ ഒക്കെ ഭാഗമാകാൻ വേണ്ടി പഠനവും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന, സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള വിവേകമുള്ള പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ച് ഇത് ഔട്ട്ഡേറ്റഡായി നമ്മൾ അൺലേൺ ചെയ്ത് കഴിഞ്ഞു. അതായത് ജെൻസിയിലേക്കോ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ വരുമ്പോൾ ഓൾറെഡി അൺലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈവൻ ഞാനൊരു 90s കിഡാണ്. അബ്ദുള്ള ബാസിൽ പറഞ്ഞതുപോലെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളെ കണ്ടാൽ സ്റ്റിമുലേഷൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്ന ആ ബുദ്ധിയില്ലാത്ത ചിന്തയിൽ നിന്ന് അതിനെ അൺലേൺ ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരാളാണ് ഞാൻ, 90s കിഡ്. അപ്പോൾ ഈ ജെൻസി പിള്ളേർ അവിടെ നിന്നൊക്കെ വിട്ടു. അവരതൊക്കെ വിട്ടിട്ട് ഭാവിയിൽ ഇനി എന്ത് എന്നറിയാൻ വേണ്ടി അങ്ങനെ ഒരു ചർച്ചയിൽ വന്നിരിക്കുന്നുണ്ട്. ഒരു മരുഭൂമിയിൽ ജീവിക്കുന്ന ആൾ വന്നിട്ട് പറയുന്നു സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ പുരുഷന് സെക്ഷുവൽ സ്റ്റിമുലേ ഉണ്ടാവുന്നു. ഇവൻ എവിടുന്ന് വരണത് എന്ന് വിചാരിച്ചായിരിക്കും അവർക്ക് ആശ്ചര്യം ഉണ്ടായിട്ടുണ്ടാവുക. ആ ആശ്ചര്യം മനസ്സിലാക്കാനാവാത്ത അബ്ദുള്ളയെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് ആശ്ചര്യം തോന്നുന്നുണ്ട്. ഈ ലോകം ഭയങ്കരമായിട്ട് ചതിക്കുന്ന, സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു ലോകമാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ കൂടി കുത്തിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ അബ്ദുള്ള ബാസിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയെ നമ്മൾ ബെനവലൻറ്റ് സെക്സിസം എന്ന് പറയും. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ്. ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ 2026 രാഹുൽ ഈശ്വർ ചെയ്യുന്ന പോലെ ഒരു പുരോഗമന മുഖംമൂടി എടുത്തിട്ട് വന്നിട്ട് സ്ത്രീകൾ നഗ്നരായി നടക്കാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അങ്ങോട്ട് പുരുഷൻ നോക്കരുതെന്നാണ് ഞാൻ പറയുന്നത്, പക്ഷേ ബയോളജി പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഈ പഴയ സാധനം പൊക്കിക്കൊണ്ട് വരുന്ന ഈ സെമി ശാസ്ത്രജ്ഞനെ നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ വളരെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ചർച്ചയിലേക്ക് നോക്കുകയാണെങ്കിൽ അബ്ദുള്ള ബാസിലിൻ്റെ നേതൃത്വത്തിലുള്ള 3 അംഗ സംഘം അവരവിടെ ഇരുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്താൽ ഞങ്ങൾക്ക് എതിർക്കാലോ, ഇവിടം വരെയൊക്കെ നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഇവിടം വരെയൊക്കെ ഡ്രസ്സ് ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പൊക്കെ തന്നെയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിനോട് നമുക്ക് കുഴപ്പമില്ല, ഇവിടം വരെയൊക്കെ ആവാം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ കൺട്രോളിങ് പരിപാടികളൊക്കെ പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുറച്ചൊന്ന് ചരിഞ്ഞിരിക്കുക, എന്നിട്ട് ആരും കാണാത്ത രീതിയിൽ കരയുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല. വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്കകത്തേക്കുള്ള കടന്നുകയറ്റമാണ്, അനാവശ്യമായ മാനിപ്പുലേഷൻസാണ്. അത് തിരിച്ചറിയാൻ ഇന്നിൻ്റെ ജനറേഷൻ അറിയാം. അവരെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ വളർത്തലിൽ നിന്ന്, ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിൽ നിന്ന് അൺലേൺ ചെയ്തു വന്നിട്ടുള്ള ഒരു മുതിർന്ന ജനറേഷനും അവരുടെ മുന്നിലുണ്ട്. നിങ്ങളാൽ വളർത്തപ്പെട്ട ഇത്തരം ചിന്തകളിലൂടെ കടന്നുപോയ ആളുകൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ് എന്ന് ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് അറിയാം. സോ അവരിത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഷോയുടെ താഴെ വന്നിട്ടുള്ള കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ ഒരു 3-3.5 വയസ്സ് മുതലൊക്കെ നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അബ്ദുള്ള ബാസിൽ ഈ പറയുന്ന കാര്യങ്ങളെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടാവും. ഇപ്പോൾ എന്നെ ഒരു കോളേജിലേക്ക് വിളിക്കൂ, എന്നെ ചർച്ചയ്ക്ക് വിളിക്കൂ, ഞാനിതൊക്കെ പഠിപ്പിച്ചു തരാം മക്കളെ എന്നൊക്കെ അബ്ദുള്ള ബാസിൽ ഇരുന്ന് വീഡിയോയിൽ പറയുന്ന സമയത്ത് നിങ്ങളാൽ ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ള കുറച്ച് ആളുകൾ ഒരു ഷോ കാണിക്കാൻ വേണ്ടി കൂടുതൽ പിള്ളേരെ നമുക്ക് ഈ കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി നടത്തുകയോ അവിടെ ഈ പറയുന്ന ചർച്ച എന്ന് പറയുന്ന പേരിട്ടിട്ടുള്ള പരിപാടി നടത്തുകയോ ചെയ്തേക്കാം.
പക്ഷേ ആ ഒരു ചെറിയ വിഭാഗത്തിൽ നിന്ന് മാറിയുള്ള ഇന്നിൻ്റെ ജനറേഷൻ അറിയാം നിങ്ങൾ പറയുന്നത് ചർച്ചയല്ല, ദാറ്റ് ഇസ് മാനിപ്പുലേഷൻ. അവർ ഈ പരിപാടിയിൽ നിന്നൊക്കെ വിട്ടകന്ന് നിൽക്കും. പിന്നെ ഒരു വഴിയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമൂഹത്തിനെ പേടിപ്പിച്ചോ പറഞ്ഞു പറ്റിച്ചോ ഒരുമിച്ച് കൂട്ടി നിർത്തിയിട്ട് അവരെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ ഇന്നത്തെ ജനറേഷൻ അതിനൊന്നും നിന്ന് തരുന്ന ആൾക്കാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. പേടിപ്പിക്കാൻ ചെന്നാൽ പോയി പണി നോക്കടാ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറുന്നുണ്ട്. അതൊരു നല്ല ലക്ഷണമാണ്. അതവർ മാനിപ്പുലേറ്റ് ആവുന്നതുകൊണ്ടല്ല, മാനിപ്പുലേറ്റഡ് ആവാത്തതുകൊണ്ടാണ്. പിന്നെ ഈ സാഹചര്യത്തിന് ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി പുരുഷന്മാരെ സ്ത്രീകളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അബ്ദുള്ള ബാസിലൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് മതം പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം എന്നൊക്കെയുള്ളതാണ്. അങ്ങനെ മതം പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഒഴിവാകില്ല. ധാർമ്മികതയിലൂടെ, അവിടെയൊക്കെയാണ് മതത്തിൻ്റെ പ്രസക്തി വരുന്നത്, ധാർമ്മികതയിലൂടെ നമുക്കിതിനെയൊക്കെ ശരിയാക്കിയെടുക്കാം എന്നൊക്കെ അബ്ദുള്ള ബാസിൽ പറയുന്നുണ്ട്. മതത്തിൻ്റെ ധാർമ്മികത പുഴുങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നൊന്നും നമുക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ഒരൊറ്റ മദ്രസയിലും ഒരൊറ്റ കുട്ടി പോലും പീഡിപ്പിക്കപ്പെട്ടില്ലായിരുന്നു. എന്തിന്? ഈ ഏറ്റവും അവസാനം 7 മക്കൾക്ക് ജന്മം നൽകിയ ഒരു പെൺകുട്ടി ഇവിടെ പുഴുവരിച്ച് മരിച്ചു പോയപ്പോൾ ആ പോസ്റ്റിൻ്റെ താഴെ വന്നിട്ട് അവൾക്ക് സ്വർഗം കിട്ടും എന്ന് കമൻ്റ് ഇടുന്നൊരു വിവരം കെട്ടവൻ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അതും പോട്ടെ, കഴിവുള്ള ആണുങ്ങൾ ഇനിയും പിള്ളേരെ ഉണ്ടാക്കും എന്ന് പറയുന്ന ആളുകളെയും കണ്ടു. സോ മതവും മതത്തിൻ്റെതായിട്ടുള്ള ധാർമ്മികതയും കൊണ്ട് ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് വേണമെങ്കിൽ സ്റ്റോൺ ഏജിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു വഴി വെട്ടി തുടങ്ങാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ വഴി വെട്ടാനുള്ള തൂമ്പ, അതിൻ്റെ കോല്, അതെല്ലാം നമ്മുടെ പുതിയ ജനറേഷൻ എങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയാം. അതുകൊണ്ട് ഞങ്ങൾ റിയൽ വാരിയേഴ്സിന് ഇതിലൊന്നും എതിർപ്പില്ല, ഇവിടം വരെയൊക്കെ ആവാം. ഇങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ റിയൽ വാരിയേഴ്സിന് അതിൽ എതിർപ്പുണ്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടിയുമായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കല്ലേ. കുറച്ച് മാറി ഇരുന്ന് കരയൂ. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് ഏതെങ്കിലും ഒരു പറമ്പൊക്കെ സംഘടിപ്പിച്ചിട്ട് അവിടെ പോയി പ്രതിഷേധം എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റിസൾട്ട് ഉണ്ടാവുമായിരിക്കും. നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടുമായിരിക്കും. പിന്നെ ഈ പറയുന്ന സ്റ്റിമുലേഷനുമായിട്ട് പൊതുവിടങ്ങളിൽ അങ്ങനെ ഇറങ്ങി നടക്കല്ലേ, സ്ത്രീകളെ ഉപദ്രവിക്കല്ലേ. നിങ്ങളുടെ സ്റ്റിമുലേഷനുമായി നിങ്ങളൊരു മുറിക്കകത്ത് ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ സമൂഹം രക്ഷപ്പെടും, സ്ത്രീകൾ രക്ഷപ്പെടും. സ്ത്രീകളുടെ പുരോഗമനമാണ്, സ്ത്രീകൾക്ക് ഒരു രാജ്യത്ത് കിട്ടുന്ന സുരക്ഷയും അവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസവുമാണ് ഒരു രാജ്യം എത്രത്തോളം പുരോഗമിക്കുന്നു എന്നുള്ളതിനുള്ള അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അല്ലാതെ സ്ത്രീക്ക് ഷട്ടറിട്ട് കൊടുക്കലല്ല എന്ന് ഓർമ്മിപ്പിച്ചിട്ട് നമ്മൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ആനകളെയും തെളിച്ചുകൊണ്ട് ഈ വഴി വരുമെന്ന് എനിക്കറിയാം. പക്ഷേ എപ്പോഴൊന്നും മറുപടി തരാൻ എനിക്ക് താല്പര്യമില്ല. കാരണം പറഞ്ഞ വിവരക്കേട് തന്നെ വീണ്ടും പറയുക, 1980-ലോ 70-ലോ 50-ലോ ഒക്കെ ആരെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് പിന്നീട് തിരുത്തപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഞങ്ങളുടെ കയ്യിലും ഉണ്ടടാ സയൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ഈ പരിപാടിയോട് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. സോ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ശ്രീകണ്ഠൻ നായർ സാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാമൂഹ്യ ദ്രോഹം അത് ഉണ്ടാക്കുന്ന ഒരു റിസൾട്ടും കൂടി പരിഗണിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയെങ്കിലും പറയണമെന്ന് വിചാരിച്ചത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കാനുള്ളതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വേദനിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. ബൈ.